നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി കൂടിക്കാഴ്ചയിൽ ആശാസമരം ചർച്ചയായില്ല. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് കൂടുതൽ കേന്ദ്ര സഹായം മാത്രം. ആശാവർക്കർമാരുടെ സമരപന്തലിലെത്തി സുരേഷ് ഗോപി. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്നത് വ്യാജ പ്രചരണമെന്ന് കെ സുരേന്ദ്രൻ. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കുള്ള ധനസഹായം മുടങ്ങിയിട്ട് 4 മാസം. അനന്തപുരി യാഗശാലയാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ആറ്റുകാലമ്മയ്ക്ക് നൈവേദ്യം അർപ്പിക്കാൻ അവസാനവട്ട ഒരുക്കങ്ങൾ. തലസ്ഥാന നഗരിയിൽ നാളെ വൈകിട്ട് വരെ ഗതാഗത നിയന്ത്രണം. ദർശന സായുജ്യമേകാൻ ചോറ്റാനിക്കര മകം തൊഴൽ. പാകിസ്ഥാനെ വിറപ്പിച്ച് ബലൂചിസ്ഥാൻ വിമോചന സേന. ട്രെയിനിൽ ബന്ദികളാക്കിയവരെ മോചിപ്പിച്ചു. ഇനിയും ആക്രമിക്കാനൊരുങ്ങിയാൽ ശക്തമായി തിരിച്ചടി നൽകുമെന്ന് BLAയുടെ മുന്നറിയിപ്പ്. ഇതിനകം കൊല്ലപ്പെട്ടത് 20 പാക് സൈനികർ. റഷ്യ യുക്രൈൻ സമാധാന കരാറിന് സാധ്യത തെളിഞ്ഞു. 1 മാസത്തെ വെടിനിർത്തലിന് തയ്യാറെന്ന് യുക്രൈൻ. തങ്ങൾ നിലകൊള്ളുന്നത് സമാധാനത്തിനായി എന്ന് സെലൻസ്കി. യുക്രൈനുള്ള സൈനിക സഹായം പുനഃസ്ഥാപിക്കുമെന്ന് അമേരിക്ക. കണ്ണൂർ കരിമ്പം ഫാമിലെ ജീവനക്കാരന് നേരെ CPM അതിക്രമം. ജീവനക്കാരനെ CPMകാർ നിരന്തരം ദ്രോഹിക്കുന്നുവെന്ന് പരാതി. മർദ്ദനം, കെടുകാര്യസ്ഥത ചോദ്യം ചെയ്തതിന് ജനം ബ്രേക്കിംഗ്. കണ്ണൂർ പാനൂരിൽ നടന്നത് BJP പ്രവർത്തകനെ വെട്ടിക്കൊല്ലാനുള്ള CPM ശ്രമമെന്ന് FIR. വാളയാർ കേസിൽ നിർണായക വെളിപ്പെടുത്തൽ. 13കാരി തൂങ്ങി മരിച്ച മുറിയിൽ മദ്യക്കുപ്പികളും ചീട്ടുകെട്ടുകളും. പോലീസിന് മൊഴി കൊടുക്കാൻ 9 വയസ്സുകാരിയെ അമ്മ സമ്മതിച്ചില്ലെന്ന് ചെറിയച്ഛൻ. പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറി കമ്പനി ഒയാസിസിനെതിരെ മിച്ചഭൂമി കേസ്. ചട്ടവിരുദ്ധമായി ഭൂമി കൈവശം വെച്ചതിന് കേസെടുക്കാമെന്ന് റവന്യൂ വകുപ്പ്. അന്വേഷിക്കാൻ താലൂക്ക് ലാൻഡ് ബോർഡിന് നിർദ്ദേശം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവ്. മധ്യവയസ്ക മരിച്ചത് ഗർഭപാത്രം നീക്കം ചെയ്ത പേരാമ്പ്ര സ്വദേശിനിയായ വീട്ടമ്മ. റിപ്പോർട്ട് തേടി ഗൈനക്കോളജി വിഭാഗം സൂപ്രണ്ട്. മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചതായും പരാതി. നോക്കാം വിശദാംശങ്ങൾ. ഭാരതം സാമ്പത്തിക സഹായം നൽകി നടപ്പിലാക്കിയ 20 പദ്ധതികൾ നാടിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രംഗലുവും. MSME, സമുദ്രപഠനം, ഭരണപരിഷ്കരണം തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തിപ്പെടുത്താൻ ധാരണയായി. ഭാരതം നൽകുന്ന പിന്തുണയ്ക്ക് തങ്ങൾ കടപ്പെട്ടിരിക്കുന്നുവെന്ന് രംഗലു പറഞ്ഞു. മൗറീഷ്യസ് പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദി ഭാരതത്തിലേക്ക് ക്ഷണിച്ചു. ഐസൺ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൺ, അപ്പോൾ ഈ സന്ദർശനം എത്രത്തോളം പ്രാധാന്യമുള്ളതായി? വീണ, സന്ദർശനം ഏറെ പ്രാധാന്യമുള്ളതായിരുന്നു. മൗറീഷ്യസിനെ സംബന്ധിച്ചിടത്തോളം ഭാരതം നൽകുന്ന പിന്തുണ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ, അല്പസമയം മുമ്പ് നമ്മൾ കണ്ടതുപോലെ, ഭാരതത്തിൻ്റെ പിന്തുണയോടെ സ്ഥാപിക്കപ്പെട്ട കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിന് സമാനമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ, 20ഓളം ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഒരു അനാച്ഛാദനം ഇന്ന് ആ ആരോഗ്യ കേന്ദ്രങ്ങൾ തുറന്നു കൊടുക്കുന്ന ആ ഉദ്ഘാടന ചടങ്ങ് ഇന്ന് പ്രധാനമന്ത്രി നടത്തുകയും ചെയ്തു. അത്തരത്തിൽ നിരവധിയായ നിക്ഷേപങ്ങൾ ഭാരതം അവിടെ സാമൂഹ്യക്ഷേമ രംഗത്തും അതുപോലെ തന്നെ അനുബന്ധ രംഗങ്ങളിലും മൗറീഷ്യസിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. നമുക്കറിയാവുന്നതാണ്, ഈ കഴിഞ്ഞ ദിവസമാണ് വരാനിരിക്കുന്ന, അതായത് മൗറീഷ്യസ് പാർലമെൻറ്റിൻ്റെ നിർമ്മാണത്തിനുള്ള സാങ്കേതിക സഹായവും അനുബന്ധ സഹായങ്ങളും നൽകുമെന്നും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അത്തരത്തിൽ മെട്രോ ലൈനിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ നിരവധി വികസന സംവിധാനങ്ങളുടെ കാര്യത്തിലും റോഡ് ഗതാഗതം ഉറപ്പാക്കുന്നതിൻ്റെ കാര്യത്തിലും വിശാലമായ സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിൽ ഭാരതം മൗറീഷ്യസിന് നൽകുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട കാര്യം. മറ്റൊരു പ്രധാന വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞത് ഭാരതത്തിൻ്റെ ഒരു സുഹൃത്ത് രാഷ്ട്രം മാത്രമല്ല, ഭാരതത്തിൻ്റെ ഒരു പങ്കാളി കൂടിയാണ് മൗറീഷ്യസ് എന്ന നിലപാടാണ്. അത് സമുദ്ര സുരക്ഷാ രംഗത്തും അതുപോലെ തന്നെ അനുബന്ധമായ രംഗങ്ങളിലുമെല്ലാം തന്നെ കാര്യമായ പിന്തുണ മൗറീഷ്യസിന് നൽകുന്നത് ഭാരതവുമായുള്ള സൗഹൃദം എന്നതിനപ്പുറം ഭാരതത്തിന് വേണ്ടപ്പെട്ട ഒരു രാജ്യം അല്ലെങ്കിൽ ഏറ്റവും പിന്തുണ നൽകുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് കൂടിയാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. നമുക്കറിയാവുന്നതാണ്, മൗറീഷ്യസിനെ സംബന്ധിച്ചിടത്തോളം വിശാലമായൊരു നാവിക സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ ലഭ്യമല്ല, അതുകൊണ്ട് നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ
മൊറീഷ്യസിൻ്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, അതായത് മൊറീഷ്യസിൻ്റെ തീരത്ത് 225 നോട്ടിക്കൽ മൈൽ പരിസരത്തുള്ള എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, അതായത് ആ രാജ്യത്തിന് മാത്രം അവിടെ സാമ്പത്തികമായ ഇടപാടുകളും മീൻപിടുത്തവും ഒക്കെ നടത്താൻ സാധ്യതയുള്ള ആ പ്രദേശത്തിൻ്റെ സംരക്ഷണം ഭാരതം ഉറപ്പു നൽകുമെന്ന ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനവും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മൊറീഷ്യസിൻ്റെ ഭാഗത്തു നിന്നും മികച്ച സഹകരണം നൽകുന്ന രാജ്യമായ ഭാരതത്തിനെ നന്ദി അറിയിച്ചുകൊണ്ടുള്ള നിലപാടുകളാണ് മൊറീഷ്യസ് പ്രധാനമന്ത്രി പറഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിവിധ രംഗങ്ങളിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ രംഗങ്ങളിലും അതുപോലെ തന്നെ അനുബന്ധമായ രംഗങ്ങളിലുമെല്ലാം തന്നെ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ധാരണകളുണ്ടായി. നിരവധി ധാരണകളും ഒപ്പുവെച്ചു. അതായത് MSMEകൾ, അതായത് മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ അത്തരത്തിൽ ചെറുകിട നാമമാത്ര വ്യവസായങ്ങളുടെ പുരോഗതിക്കായി ഭാരതത്തിനുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന്, സാങ്കേതിക വിദ്യാ രംഗത്തും അനുബന്ധ റിസോഴ്സ് രംഗത്തുമെല്ലാം സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ധാരണ, അത്തരത്തിൽ നിരവധിയായ ധാരണകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കുകയും ചെയ്തു. മറ്റൊരു സുപ്രധാന വിഷയം ഇന്നായിരുന്നു മൊറീഷ്യസിൻ്റെ ദേശീയ ദിനം. മൊറീഷ്യസിൻ്റെ ദേശീയ ദിനത്തിൽ പങ്കെടുക്കാനായതിൽ പ്രധാനമന്ത്രി നന്ദി അറിയിക്കുകയും, രണ്ടാം തവണയാണ് മൊറീഷ്യസിൻ്റെ ദേശീയ ദിനത്തിൽ പങ്കെടുക്കുന്നത്, അത് ഏറെ സന്തോഷകരമായൊരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. തീർച്ചയായും മൊറീഷ്യസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠവും മികച്ചതുമായൊരു സുഹൃത്തിനെ അവരുടെ രാജ്യത്തെത്തിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പ്രധാനമന്ത്രിയെ അറിയിക്കുമ്പോൾ, അത്തരത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രമായ മൊറീഷ്യസിനെ പിന്തുണ നൽകാനുള്ള ഒരു ഉറപ്പും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചും നൽകുന്നുണ്ട്. ശരിയായി സർ. ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയിൽ കൂടുതൽ കേന്ദ്ര സഹായം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് പുനരധിവാസം, വിഴിഞ്ഞം തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ചയായി. ആശാപ്രവർത്തകരുടെ പ്രശ്നം മുഖ്യമന്ത്രി ഉന്നയിച്ചില്ല. അതേസമയം ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അനൌദ്യോഗികമെന്ന് സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഡൽഹിയിൽ കേരള ഹൌസിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഗവർണർ രാജേന്ദ്ര അർലേക്കറും ഡൽഹിയിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ കൂടുതൽ ധനസഹായം അനുവദിക്കണമെന്നും സംസ്ഥാന സർക്കാരിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും മുഖ്യമന്ത്രി ചർച്ചയിൽ ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തത്തിൽ കേന്ദ്രം നൽകിയ വായ്പാ വിനിയോഗ കാലാവധി നീട്ടി നൽകണമെന്നും കേന്ദ്ര പദ്ധതികളിൽ വിവിധ കാരണങ്ങളാൽ ലഭിക്കാതിരുന്ന ധനസഹായം അനുവദിക്കുന്നതും ചർച്ച ചെയ്തു. വിഴിഞ്ഞം കൂടാതെ കേരളത്തിന്റെ വികസന പദ്ധതികൾ സംബന്ധിച്ചും അനുകൂല സമീപനം ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി ഉന്നയിച്ചു. കേരളത്തിന്റെ ആവശ്യങ്ങളിൽ തുടർ ചർച്ചകൾ നടത്താമെന്ന് നിർമ്മല സീതാരാമൻ ഉറപ്പു നൽകി. കേരള ഹൌസിൽ ഒരുക്കിയ പ്രഭാത ഭക്ഷണം കഴിച്ചാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത്. അതേസമയം ആശാപ്രവർത്തകരുടെ വിഷയം മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തില്ല. ആശാപ്രവർത്തകർക്ക് വേതനം വർദ്ധിപ്പിക്കുമെന്നും ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട മുഴുവൻ കുടിശ്ശികയും കേരളത്തിന് നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നത് വ്യാജ പ്രചാരണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഭരണപരാജയം മറച്ചുവെക്കാനാണ് തുടർച്ചയായി അടിസ്ഥാനരഹിത ആരോപണം ഉന്നയിക്കുന്നത്. ആശാവർക്കർമാർ സമരം നടത്തിയപ്പോൾ അവരെ കാണാനോ ചർച്ച നടത്താനോ തയ്യാറാവാതെ കേന്ദ്രത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു. നയാ പൈസ കേരളത്തിന് നൽകാനില്ലെന്ന് JP നദ്ദ വ്യക്തമാക്കിയെന്നും K. സുരേന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു. അവഗണിക്കുന്നു എന്നുള്ള വ്യാജ പ്രചരണം തുടർച്ചയായി പിണറായി വിജയൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യാജ പ്രചരണം ഇനിയെങ്കിലും അവസാനിപ്പിച്ച് കേരള ജനതയോട് മാപ്പ് പറയാൻ പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും തയ്യാറാവണമെന്ന് ആവശ്യപ്പെടുകയാണ്. കൃത്യമായി കേരളത്തിന് നൽകാനുള്ളത് നൽകുന്നുണ്ട്. പക്ഷെ കേരളം അതെങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു കണക്കും ബോധിപ്പിക്കുന്നില്ല. ഇതായിരുന്നു ഞങ്ങളുടെ ഈ കാര്യത്തിലുള്ള വാദം. ഇന്നലെ ആരോഗ്യമന്ത്രി ശ്രീ JP നഡ്ഡ അവറുകൾ വ്യക്തമായി പാർലമെന്റിൽ കേരളത്തിന് ഒരു നയാ പൈസയുടെ കുടിശ്ശികയും നൽകാനില്ല, എല്ലാം നൽകിക്കഴിഞ്ഞു, യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം ഒരു കണക്കും അതിന് ചെലവഴിച്ച കണക്കും സംബന്ധിച്ച് കേരളം ഒരു റിപ്പോർട്ട് നൽകിയിട്ടില്ല. ഇതാണ് എല്ലാ കാര്യത്തിലും നടക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിലും ഇതേ വ്യാജ പ്രചരണമാണ് കേരളത്തിൽ നടക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. തൊഴിലുറപ്പ് പദ്ധതി എവിടെയാണ് നടക്കുന്നത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ജോലി പൂർത്തിയായിട്ടുള്ളത്, അതിൻ്റെ ഗൂഗിൾ മാപ്പ് അടക്കം ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് വിശദമായിട്ടുള്ള കണക്കുകൾ ഹാജരാക്കണം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് 300 രൂപ ധനസഹായം മുടങ്ങിയിട്ട് 4 മാസം. 9 മാസക്കാലം ധനസഹായം നൽകുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. എന്നാൽ ആകെ 3 മാസം മാത്രമാണ് ദുരന്തബാധിതർക്ക് ഈ തുക ലഭിച്ചത്. ദുരന്തബാധിത കുടുംബത്തിലെ പ്രായപൂർത്തിയായ 2 പേർക്ക് 300 രൂപ വീതം നൽകുമെന്ന് സർക്കാർ ആദ്യമേ പറഞ്ഞതാണ്. 300 രൂപ വെച്ച് 9 മാസക്കാലം നൽകുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം.
എന്നാൽ 4 മാസത്തോളമായി ഈ തുക ലഭിക്കുന്നില്ല. ഗവൺമെന്റ് പ്രഖ്യാപിച്ച 300 രൂപ മാസം മുതലായിരുന്നു 3 മാസം മാത്രമാണ് ലഭിക്കുന്നത്. ഈ എല്ലാ ആൾക്കാരും ഭയങ്കര ദുരിതത്തിലാണ് ജീവിക്കുന്നത്, ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പ് പദ്ധതിക്ക് 27-ാം തീയതി തറക്കല്ലിടും. പദ്ധതി പ്രകാരം 7 സെന്റ് ഭൂമിയോ 15 ലക്ഷം രൂപയോ അനുവദിക്കും. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സമ്മതപത്രം നൽകാൻ മാർച്ച് 24 വരെ സമയപരിധിയും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ദുരന്തബാധിതർ പറയുന്നത്. 10 സെന്റ് ഭൂമിയോ 40 ലക്ഷം രൂപയോ വേണമെന്നാണ് ആവശ്യം. ജനം, വയനാട്. ടൂറിസം രംഗത്ത് മഹാകുംഭമേള പഠിപ്പിച്ചത് വലിയ പാഠമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഉത്തർപ്രദേശിന്റെ GDP വളർച്ച മോശമെന്ന് പറഞ്ഞവർക്ക് ഇത് ആശ്ചര്യമാകാം. ടൂറിസം കണക്കുകൾ പറയുന്നത് മഹാകുംഭമേള 12 വർഷത്തിലൊരിക്കൽ നടത്തണം എന്നാണ്. ഇതെല്ലാം രാജ്യത്തിന് സമ്പത്തിൽ മുതലായി വന്നു ചേരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മഹാകുംഭമേള എന്ന് പറയുന്നത് വലിയ പാഠമാണ് ലോകത്തെ പഠിപ്പിച്ചിരിക്കുന്നത്. UPയുടെയൊക്കെ ഒരു GDPയുടെ ഗ്രോത്തിനെ സംബന്ധിച്ച് ഈ വളരെ മോശമായിട്ട് പറഞ്ഞവർക്കൊക്കെ ആശ്ചര്യപ്പെടാം, അവർ സന്തോഷിക്കും. കാരണം എല്ലാ മതത്തിലും പെടുന്നവരുടെ അന്നമായിട്ടാണ് വന്നു ചേരുന്നത്. ഇതിൻ്റെ പേരിൽ ഏതാണ്ട് 70 കോടി എന്നാണ് പറയുന്നത്. ടൂറിസത്തിൻ്റെ റീഡിങ്സ് പറയുന്നത് മഹാകുംഭമേള മിക്കവാറും എല്ലാ 12 വർഷം കൂടുമ്പോഴും ഇനി നടക്കും. എല്ലാ വർഷവും ഇതിന് സമാനമായ ഒരു വലിയ തിരക്കും ഒരു ആധ്യാത്മികതയിലോ അല്ലെങ്കിൽ വിശ്വാസത്തിലോ മുങ്ങിയ ഒരു സ്നാനക്രിയ, ഇതെല്ലാം അവിടെ വൻതോതിൽ നടക്കും. അതെല്ലാം രാജ്യത്തിൻ്റെ സമ്പന്നതയിലേക്ക് വന്നു ചേരുന്ന മുതലായിരിക്കും. ആശമാരുടെ സമരത്തെ പിന്തുണച്ചതിന് വ്ളോഗർക്ക് നേരെയുണ്ടായ സൈബർ ആക്രമണത്തിൽ കേസെടുത്ത് പോലീസ്. പത്തനംതിട്ട സ്വദേശി നീനുവിന്റെ പരാതിയിൽ പന്തളം പോലീസാണ് കേസെടുത്തത്. തൃശൂർ കുന്നംകുളം സ്വദേശി ജനാർദ്ദനെതിരെയാണ് കേസ്. ആശാ വർക്കർമാരുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ സമരത്തെ പിന്തുണച്ചുകൊണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തത്. അത് യാതൊരുവിധ രാഷ്ട്രീയ പ്രേരണയൊന്നുമില്ല. ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു. കാര്യം, ഞാൻ ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു 10 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് സ്വാഭാവികമായിട്ടും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട്, സഹപ്രവർത്തകരോട് തോന്നിയ ഒരു വികാരത്തിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ അവർക്ക് ന്യായമായ അവകാശങ്ങൾ കിട്ടണം എന്നുദ്ദേശിച്ചിട്ട വീഡിയോകളായിരുന്നു. അതിൽ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള വളരെയധികം കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ 2 വീഡിയോയും നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ സംസാരമായ സമയത്ത് അതിന് ഞാൻ കമ്മീഷൻ വാങ്ങിയിട്ടാണ് ഈ വീഡിയോകൾ ചെയ്യുന്നതെന്നുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും ആശാ വർക്കർമാർക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടുള്ള കമൻസുകൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നു തുടങ്ങി. അതുപോരാതെ തന്നെ വ്യക്തിഹത്യയും അതിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ ഞങ്ങൾ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. CPM നേതാവ് പത്മകുമാറിനെ ആരും BJPയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. പത്മകുമാർ SDPIയിലേക്ക് പോകുന്നതാണ് നല്ലത്. BJP പ്രവർത്തകർ ആരും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല എന്നും തീരുമാനമെടുക്കേണ്ടത് പത്മകുമാറാണെന്നും K. സുരേന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു. ആരും അയാളെ ക്ഷണിച്ചില്ലല്ലോ. അയാൾക്ക് പോകുന്ന SDP തന്നെ നല്ലത്. ഞങ്ങളാരും ചോദിച്ചോ? എന്നോട് പത്രക്കാർ ചോദിച്ചല്ലോ, നിങ്ങൾ എറണാകുളത്ത് ഞാൻ പറഞ്ഞു അതൊക്കെ അദ്ദേഹമാണ് നിലപാട് വ്യക്തമാക്കുന്നത്. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ വെറുതെ വാർത്തകളാണ്. ഞങ്ങൾക്കിപ്പോൾ ആളെ കിട്ടാനില്ലാതെ ബുദ്ധിമുട്ടുന്ന പാർട്ടിയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. എത്ര പേര് വരാനുണ്ട്? നോക്കിയിട്ടേ ആളെ എടുക്കുള്ളൂ. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള തളിപ്പറമ്പ് കരിമ്പം ഫാമിലെ കെടുകാര്യസ്ഥത ചോദ്യം ചെയ്തതിന് ഫാമിലെ ജീവനക്കാരനെ CPMകാർ നിരന്തരം ദ്രോഹിക്കുന്നതായി പരാതി. കരിമ്പം ഫാമിലെ ജീവനക്കാരനായ VV രൂപേഷാണ് ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഫാമിലെ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചു എന്ന് പറഞ്ഞ് ഫാമിലെ ജീവനക്കാരനും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഷനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയും ബന്ധുവിനെയും മർദ്ദിക്കുകയും ചെയ്തുവെന്ന് രൂപേഷ് പറയുന്നു. തളിപ്പറമ്പ് കരിമ്പം ഫാമിൽ നടന്ന അഴിമതി ചോദ്യം ചെയ്തതും ഫാമിലെ ജീവനക്കാരനായ CPM ബ്രാഞ്ച് സെക്രട്ടറി ജോലിക്ക് വന്ന് ഒപ്പിട്ട ശേഷം പാർട്ടി പരിപാടികൾക്ക് പോയത് ചോദ്യം ചെയ്തതുമാണ് തന്നോടുള്ള വിരോധത്തിന് കാരണമെന്നാണ് രൂപേഷ് പറയുന്നത്. കരിമ്പ ഫാമിൽ ഒരു അഴിമതി നടന്നിനി. പിന്നെ കരിമ്പ ഫാമിൽ തന്നെ ഈ ഷനൂപ് എന്ന് പറയാൻ ഒപ്പിട്ടിട്ട് പാർട്ടി പരിപാടിക്കെല്ലാം പോകുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അത് പത്രത്തെല്ലാം വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കരിമ്പ ഫാമിൽ നിന്ന് ഇവരെന്നെ തല്ലാൻ വേണ്ടി വന്നു. തല്ലാൻ വന്ന സമയത്ത് ഞാനത് പിറ്റേ ദിവസം ഇവർ വലിയ കേസ് അവിടെ കൊടുത്തിന്. അന്ന് മുതൽ ഈ 2 സംഭവം എൻ്റെ മനസ്സിലുള്ളത്. വേറെ എന്താണെന്ന് കാരണം എന്ന് എനിക്കറിയില്ല. അതിനുശേഷം എനിക്ക് ഒരു പരിപാടിക്കോ ഒരു കല്യാണത്തിനോ ഒന്നും പോകാൻ പറ്റുന്നില്ല. അത് നാട്ടുകാർക്കെല്ലാം അറിയാം. എവിടെ പോയാലും ഇവർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്നെ തല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. തുടർച്ചയായി തനിക്കു നേരെ അക്രമങ്ങൾ ഉണ്ടാകുന്നു. ഏതാനും ദിവസം മുമ്പ്
ഉത്സവപ്പറമ്പിൽ വെച്ചും ഫാമിലെ ജീവനക്കാരനും ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഷനൂബിന്റെ നേതൃത്വത്തിൽ രൂപേഷിനെ ആക്രമിച്ചു. തടയാൻ വന്ന തന്റെ ബന്ധുവിനെയും ആക്രമിച്ചു എന്നും ഇദ്ദേഹം പറയുന്നു. എന്നിട്ടിപ്പോൾ ഗാനങ്ങൾക്ക് പോയ സമയത്ത് പിന്നെ ഇവരെല്ലാം കൂടി വന്നിട്ട് എന്നെ അടിച്ചു, പിടിച്ചൊക്കെ വന്ന് എൻ്റെ മാമീനും തച്ചു. എന്നിട്ട് ഇവർ എൻ്റെ പേര് കള്ള കേസ് കൊടുത്തു, ഇവരെ തച്ചു വണ്ടി. അടിയിലെ ജനങ്ങൾ മൊത്തം കാണുന്നുണ്ട് തല്ലുന്ന ആരാന്ന് എന്നെ സംഭവിച്ചിരുന്നു. എന്നിട്ട് ഇവരെന്നെ ജീവിക്കാൻ പറ്റുന്നത്. എന്നിട്ട് ഫാമിലിപ്പം ജോലിയും ഫാമിനെതിരെ ഒരു വാർത്ത മക്തവിൽ കൊടുത്തു. അത് ആരാ കൊടുത്തത് എനിക്കറിയില്ല, ഞാനത് കൊടുത്തിട്ടേ ഇല്ല, ഞാനത് തെളിയിക്കാൻ തയ്യാറാണ്. എൻ്റെ മുന്നിൽ എല്ലാ തെളിവുകളുണ്ട്. തനിക്ക് നേരെ നിരന്തരം ഭീഷണിയുണ്ടെന്നും ഫാമിന് പുറത്ത് തനിക്കെതിരെ പോസ്റ്ററുകൾ പതിക്കുന്നുണ്ടെന്നും ഇനിയും തന്നെ അപായപ്പെടുത്തുമെന്ന ഭയമുണ്ടെന്നും രൂപേഷ് പറയുന്നു. ജനം, കണ്ണൂർ. കണ്ണൂർ പാനൂരിൽ BJP പ്രവർത്തകന് വെട്ടേറ്റ സംഭവത്തിൽ CPM പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസ്. CPMകാരായ അജ്നാസ്, അജിത്ത് എന്നിവരടക്കം 8 പേരെ പ്രതികളാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. BJP പ്രവർത്തകരായ കൊല്ലമ്പറ്റ സ്വദേശി ഷൈജുവിനെയും സുഹൃത്തുക്കളെയും ആക്രമിച്ച സംഭവത്തിലാണ് CPMകാർക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തത്. പൊയിലൂർ മുത്തപ്പൻ മടപ്പുരയിൽ ഉത്സവം കാണാൻ പോയ BJP പ്രവർത്തകരെ രാഷ്ട്രീയ വിരോധം വെച്ച് CPM പ്രവർത്തകരായ അജ്നാസും അജിത്തും കണ്ടാലറിയാവുന്ന മറ്റ് 6 പേരും ചേർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് FIR-ൽ പറയുന്നത്. കൊടുവാളും ഇരുമ്പ് പൈപ്പും ഉപയോഗിച്ചാണ് BJP പ്രവർത്തകരെ ആക്രമിച്ചത്. ഷൈജുവിനെ തടഞ്ഞുവെച്ച് 1-ാം പ്രതി അജ്നാസ് കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് കൊടുവാൾ കൊണ്ട് തലയ്ക്ക് വെട്ടുകയായിരുന്നു. 2-ാം പ്രതി അജിത്ത് ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഷൈജുവിന്റെ ഇടത് കൈക്ക് അടിക്കുകയും ചെയ്തു. കൂടെയുണ്ടായിരുന്നവരെ പട്ടിക കഷ്ണം വെച്ചാണ് ഉപദ്രവിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇന്നലെ വൈകിട്ടാണ് BJP പ്രവർത്തകരായ ഷൈജുവിനെയും സുഹൃത്തുക്കളെയും CPMകാർ ആക്രമിച്ചത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഷൈജു തലശ്ശേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജനം, കണ്ണൂർ. പത്തനംതിട്ട കൂട്ടപീഡന കേസിൽ നിന്ന് പ്രതിയെ രക്ഷിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയ ആൾ അറസ്റ്റിൽ. കേസിലെ 1-ാം പ്രതിയുടെ സഹോദരൻ ചെന്നീർക്കര തോട്ടുപുറം സ്വദേശി ജോമോൻ മാത്യുവാണ് പിടിയിലായത്. പോക്സോ കേസ് പ്രതിയുടെ അമ്മയെ കബളിപ്പിച്ച് 8.5 ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. പോലീസിനും അഭിഭാഷകനും പണം നൽകണമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. 59 പ്രതികൾ ഉൾപ്പെട്ട പത്തനംതിട്ട പോക്സോ കേസിൽ നിന്നും പ്രതിയായ മകനെ രക്ഷിക്കാമെന്ന് വിശ്വസിപ്പിച്ച് കേസിലെ പ്രതിയുടെ അമ്മയെ കബളിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. ഗുരുതര കുറ്റകൃത്യമാണ് മകൻ ചെയ്തിരിക്കുന്നതെന്നും മകനെ ജാമ്യത്തിലിറക്കുന്നതിനും കേസ് നടപടികൾക്കുമായി വലിയ തുക ആവശ്യമാണെന്നും തട്ടിപ്പ് നടത്തിയ ജോമോൻ പോക്സോ കേസ് പ്രതിയുടെ അമ്മയെ വിശ്വസിപ്പിച്ചു. പോലീസിനും അഭിഭാഷകനും നൽകാൻ പണം തന്നെ ഏൽപ്പിക്കാനും ഇയാൾ പ്രതിയുടെ അമ്മയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ജനുവരി 17 മുതൽ 5 തവണകളായി പ്രതിയുടെ അമ്മ തട്ടിപ്പ് നടത്തിയ ജോമോന് 8,65,000 രൂപ നൽകി. ഇതിൽ 2 തവണ പണം നൽകിയത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചു. പോക്സോ കേസിൽ ഉൾപ്പെട്ട പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷം പണം നഷ്ടപ്പെട്ടതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഇവർക്ക് തട്ടിപ്പ് മനസ്സിലായത്. തുടർന്ന് പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് പരാതി നൽകുകയായിരുന്നു. തട്ടിപ്പ് നടത്തിയത് 1-ാം പ്രതി ജോജി മാത്യുവിന്റെ സഹോദരൻ ജോമോനാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ഇന്നലെ വൈകിട്ട് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റും രേഖപ്പെടുത്തി. നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചും പൊതുജനങ്ങൾക്കിടയിൽ പോലീസ് സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും കുറ്റകൃത്യം നടത്തിയ ജോമോൻ മുൻപും സമാന സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ജനം, പത്തനംതിട്ട. വാളയാർ കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി വാളയാർ കുട്ടിയുടെ അമ്മയുടെ ചെറിയച്ഛൻ. വാളയാറിലെ 13 വയസ്സുകാരി തൂങ്ങി മരിച്ച മുറിയിൽ മദ്യക്കുപ്പികളും ചീട്ടുകെട്ടുകളും ഉണ്ടായിരുന്നു. 13 വയസ്സുകാരിയുടെ തൂങ്ങിമരണവുമായി ബന്ധപ്പെട്ട് പോലീസിന് മൊഴി കൊടുക്കാൻ 9 വയസ്സുകാരി തയ്യാറായിരുന്നുവെങ്കിലും കുട്ടിയെ മൊഴി കൊടുക്കാൻ അമ്മ സമ്മതിച്ചില്ല എന്നും ചെറിയച്ഛൻ. വാളയാർ കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായാണ് പെൺകുട്ടികളുടെ അമ്മയുടെ ചെറിയച്ഛൻ രംഗത്തെത്തിയിരിക്കുന്നത്. 13 വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറിയിൽ മദ്യക്കുപ്പികളും ചീട്ടുകെട്ടുകളും ഉണ്ടായിരുന്നുവെന്നും 13 വയസ്സുകാരിയുടെ നെഞ്ചിലും കാലിലും തുടയിലും പൊള്ളിയ പാടുണ്ടായിരുന്നുവെന്നും ചെറിയച്ഛൻ പറയുന്നു. അത് കഴിഞ്ഞ് അപ്പുറത്തെ റൂമിൽ പോയി നോക്കുമ്പോൾ ഒരു 10-15 ആൾക്കാർ ചീട്ട് കളിച്ചതിൻ്റെയും ഇതിനെയൊക്കെ തൂക്കിങ്ങനെ വെച്ച് ഇരുന്നിട്ട് 8-9 ചീട്ടുകെട്ടും അവിടെ. അതാണ് നേരിട്ട് കണ്ടത്. ഈ മാറിൻ്റെ ഇടവ മാറുവിൽ ഒരു തീപ്പൊള്ളിയുമായൊരു പാടും തൊടയിലൊരു പാടും കണ്ടത്. അല്ല എൻ്റെ കാഴ്ചപ്പാടിൽ കാണുമ്പോൾ ഒരു വീഡിയോ എത്തിച്ചിട്ട് കുത്തിയമ്മയിലുള്ള പാടാണ്, അല്ലാണ്ട് വലുതായിട്ടൊന്നുമില്ല. കമ്പി വെച്ചാണ് പറഞ്ഞ നീളത്തിലുള്ള ഉണ്ടാവുക. 13കാരിയുടെ തൂങ്ങിമരണവുമായി ബന്ധപ്പെട്ട് പോലീസിന് മൊഴി കൊടുക്കാൻ 9 വയസ്സുകാരി തയ്യാറായിരുന്നു. എന്നാൽ കുട്ടിയെ മൊഴി കൊടുക്കാൻ അമ്മ സമ്മതിച്ചില്ല. കുറച്ച് ദിവസം തൻ്റെ വീട്ടിൽ അമ്മയും മക്കളും താമസിച്ചിരുന്നുവെന്നും മദ്യപിച്ചതിനാൽ വീട്ടിൽ നിന്നും പോവാൻ പറഞ്ഞതായും ബന്ധു പറയുന്നു. എൻ്റെ മകളും അവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ ഒരു മൊഴി കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് കൂട്ടിയിട്ട് പോകണം. എൻ്റെ മകളെ ഏത് മയത്തിൻ്റെ അവിടേക്ക് കൊണ്ടുപോകാൻ കള്ളി കുട്ടികളെ കുട്ടിനെ കൈ പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുപോയി.
ബന്ധുക്കൾ CBIക്കും മൊഴി നൽകിയിട്ടുണ്ട്. 2017 ജനുവരി 13 വാളയാർ അട്ടപ്പള്ളത്ത് 13 വയസ്സുകാരിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാർച്ച് 4 9 വയസ്സുകാരിയായ സഹോദരിയെയും വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ജനം, പാലക്കാട്. പാലക്കാട് എലപ്പുള്ളിയിൽ സർക്കാർ മദ്യനിർമ്മാണത്തിന് അനുമതി നൽകിയ OSS കമ്പനിക്കെതിരെ മിച്ചഭൂമി കേസ്. ചട്ടവിരുദ്ധമായി ഭൂമി കൈവശം വെച്ചതിനാൽ കേസെടുക്കാമെന്ന് റവന്യൂ വകുപ്പ്. ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് താലൂക്ക് ലാൻഡ് ബോർഡിന് നിർദ്ദേശം നൽകി. അടിയന്തര കാര്യങ്ങൾക്കല്ലാതെ 1 ഇഞ്ച് വയൽ പോലും നികത്തുന്നതിനെ സർക്കാർ അനുകൂലിക്കുന്നില്ലെന്ന് മന്ത്രി P. പ്രസാദ്. നെൽവയലുകളുടെ വിസ്തൃതി കുറയാൻ പാടില്ല. അവശേഷിക്കുന്ന വയലുകളെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കേണ്ടത് അനിവാര്യം. കൃഷിഭൂമി നികത്തുന്നതിനെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും P. പ്രസാദ് പറഞ്ഞു. നെൽവയലുകളുടെ വിസ്തൃതി അല്പം പോലും കുറയാൻ പാടില്ലാത്തതാണ്. നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള മുഴുവൻ വയലുകളും ആ അർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടതുണ്ട്. നെൽവയലുകൾ നൽകുന്ന ഒരു പാരിസ്ഥിതിക പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് 1 ഏക്കർ വയൽ ഒരു വർഷം 5 കോടി ലിറ്റർ വെള്ളത്തെ സംഭരിച്ച് ഭൂമിക്കടിയിലേക്ക് സംഭാവന ചെയ്യുന്നു എന്നാണ് ശാസ്ത്രീയമായി കണക്കാക്കിയിട്ടുള്ളത്. ഈ പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് 2008 കേരളത്തിന്റെ നിയമസഭ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസാക്കിയത്. അവശേഷിക്കുന്ന നെൽവയലുകളെ എന്തു വില കൊടുത്തും നമുക്ക് സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ധനകാര്യ പ്രതിസന്ധി ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഫോറസ്റ്റ് റിസർവ് പോലൊക്കെ പാടി റിസർവ് ഉണ്ടാവേണ്ടത് അനിവാര്യമായിരുന്നു. പക്ഷെ നമുക്ക് കർഷകന്റെ കീഴിലിരിക്കുന്ന ഇതിനെല്ലാം നാളെ റിസർവ് വയലുകൾ എന്ന് പ്രഖ്യാപിക്കാൻ പറ്റില്ല. വില കൊടുത്തായാലും സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. വെള്ളത്തിന്റെ ആംഗിളിൽ തന്നെ നോക്കുമ്പോൾ തന്നെയും നമുക്ക് ഇന്ന് ചിലപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ കുട്ടനാട്ടിലെ MLA ഇവിടെ ഉണ്ട്. കുട്ടനാട് പോലുള്ള പ്രദേശത്ത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കണം. നെൽവയൽ ചിലപ്പോൾ ഒരു വ്യതിയാനം വരുത്തിയേ മതിയാവുകയുള്ളൂ. അങ്ങനെ അടിയന്തരമായ ചില കാര്യങ്ങളും അവശ്യം വേണ്ട കാര്യങ്ങൾക്കല്ലാതെ 1 ഇഞ്ച് വയൽ പോലും നികത്തുന്നതിന് സർക്കാർ അനുകൂലിക്കുന്നില്ല, ഒരു തരത്തിലുള്ള അംഗീകാരം കൊടുക്കുന്നില്ല. വിവാദമായതോടെ പരസ്യം പിൻവലിച്ച MS സൊല്യൂഷൻസ്. 199 രൂപയ്ക്ക് സയൻസ് വിഷയങ്ങളിൽ A+ എന്ന തലക്കെട്ടോടെ നൽകിയ പരസ്യമാണ് യൂട്യൂബ് ചാനൽ പിൻവലിച്ചത്. ഇന്നലെ ഉച്ചയ്ക്കാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ പരസ്യം പ്രത്യക്ഷപ്പെട്ടത്. ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ മുഖ്യപ്രതി മുഹമ്മദ് ഷുഹൈബുമായി ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടത്തുമ്പോഴായിരുന്നു വാട്സാപ്പ് ഗ്രൂപ്പിൽ വാഗ്ദാനം പ്രചരിച്ചത്. താല്പര്യമുള്ളവർ പരസ്യത്തിലുള്ള നമ്പറിൽ ബന്ധപ്പെടണം. പണം അയക്കേണ്ട QR കോഡും ഗൂഗിൾ ഫോമും ആ സമയത്ത് ലഭിക്കും. പണം അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് നൽകിയാൽ ഉടൻ ചോദ്യപേപ്പറും ഉത്തരവും PDF ആയി ലഭിക്കും. മുഹമ്മദ് ഷുഹൈബിന്റെ ഫോട്ടോ സഹിതമായിരുന്നു ഉച്ചയ്ക്ക് 12:45 പരസ്യം പ്രത്യക്ഷപ്പെട്ടത്. റിമാൻഡിലായിരുന്ന MS സൊല്യൂഷനിലെ അധ്യാപകരായ ഫഹദ്, ജിഷ്ണു എന്നിവർ ഇപ്പോൾ ജാമ്യത്തിലാണ്. ചാനലിനെയും തന്നെയും മോശമായി ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെന്നാണ് ഷുഹൈബ് ആവർത്തിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പരസ്യം പിൻവലിച്ചെങ്കിലും ഇതേക്കുറിച്ചുള്ള അന്വേഷണവും ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ജനം, കോഴിക്കോട്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള പ്രതികളുമായി തെളിവെടുപ്പ് തുടരുന്നു. ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള 4ാം പ്രതി അബ്ദുൾ നാസറിനെ മലപ്പുറത്തെ സ്കൂളിലെത്തിച്ചു. മലപ്പുറം മേൽമുറി അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂണാണ് അബ്ദുൾ നാസർ. അബ്ദുൾ നാസർ ജോലി ചെയ്യുന്ന സ്കൂളിൽ നിന്നാണ് ചോദ്യപേപ്പർ ചോർന്നതെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വനിതകൾക്ക് മാത്രമായി KSFE മഹിളാ സമൃദ്ധി ട്രിയോ പ്ലാൻ. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. SK Hospital, touching human lives. Edapalli, Trivandrum. ജയലക്ഷ്മി, the bridal destination. SUT Hospital, pioneering the path of healthcare excellence. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങി ഭക്തലക്ഷങ്ങൾ. ദേവിക്ക് പൊങ്കാലയിടാനായി വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി ഭക്തരാണ് ആറ്റുകാലിലേക്ക് എത്തുന്നത്. ആറ്റുകാലിൽ നിന്ന് ഉള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ചോറ്റാനിക്കര മകം തൊഴുത് ദർശന സായുജ്യം കാത്ത് ഭക്തലക്ഷങ്ങൾ. ഉച്ചയ്ക്ക് 2-ന് നട തുറക്കും. സർവാഭരണ വിഭൂഷിതയായ ചോറ്റാനിക്കര അമ്മയുടെ ദർശനത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ. വിവരങ്ങളുമായി ജിജീഷ് ചേരുന്നു. ജിജീഷ്, ഇനി വലിയ സമയ കാത്തിരിപ്പിൻ്റെ നേരമില്ല. നമുക്കറിയാം, ഇന്നലെ തുടങ്ങി അവിടേക്ക് ഭക്തലക്ഷങ്ങൾ എത്തുകയായിരുന്നു. ഇന്ന് രാവിലെ തന്നെ ക്യൂവിൽ ഇടം പിടിച്ചവരെയും നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ
പൂജകൾ നടന്ന് നട തുറക്കുക എന്നുള്ളത് മാത്രമാണ് ബാക്കി. ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ചടങ്ങുകൾക്കായി നട അടച്ചിരിക്കുകയാണ്. ശതാനുജന അമ്മയെ സർവാഭരണ വിഭൂഷണയായി ഒരുക്കുന്ന ചടങ്ങുകളാണ്. കൃത്യം 2 മണിക്ക് തന്നെ നട തുറക്കും. മകം തൊഴുന്നതിന് വേണ്ടി പുലർച്ച മുതൽ ഇവിടെ എത്തി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. പറഞ്ഞതുപോലെ നമ്മൾ രാവിലത്തെ ലൈവിൽ തന്നെ നമ്മോട് സംസാരിച്ച നിരവധി പേർ അവർ മണിക്കൂറുകളായി ആ സമയത്ത് പോലും കാത്തിരിക്കുന്ന ആളുകളായിരുന്നു. വീണ്ടും അവരുടെ കാത്തിരിപ്പ് വീണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ശതാനുജന അമ്മയെ ദർശനം, മകന്നാളിൽ ദർശനം നേടുക, സർവാഭരണ വിഭൂഷണയായി നിൽക്കുന്ന ശതാനുജന അമ്മയെ ദർശിച്ച് അവരുടെ അനുഗ്രഹം നേടുക, അങ്ങനെ അവരുടെ പ്രയാസങ്ങളും ദേവിക്ക് മുന്നിൽ അർപ്പിക്കുക എന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി തന്നെയാണ് ആളുകൾ എത്തിയിട്ടുള്ളത്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം പേർ മകം തൊഴുമെന്ന ഒരു ഏകദേശ കണക്കാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ 1.25 ലക്ഷം ഭക്തരായിരുന്നു മകം തൊഴുത് ദർശനം നടത്തി മടങ്ങിയത്. ഉത്സവത്തിന്റെ 7ാമത്തെ ദിവസമാണ് മകൻ തൊഴൽ നടക്കുന്നത്. 2 മണിക്ക് കൃത്യം 2 മണിക്ക് തന്നെ മകൻ തൊഴലിനായി നട തുറക്കും. ഇപ്പോൾ ആളുകളെ എല്ലാം തന്നെ ഈ ഒരു ക്യൂവിലേക്ക് കയറ്റിവിട്ട് തുടങ്ങി. നേരത്തെ ക്ഷേത്ര പരിസരത്ത് ആളുകൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായും തന്നെ ആളുകളെ ഈ ക്ഷേത്ര പരിസരത്ത് നിന്ന് ഒഴിപ്പിച്ചിരുന്നു. അതിനുശേഷം ദേവിയെ അണിയിച്ചൊരുക്കുന്ന ഒരു ചടങ്ങുകൾ തന്നെയായിരുന്നു. നട അടച്ചതിന് ശേഷം സർവാഭരണങ്ങൾ ദേവിയെ അണിയിക്കുന്ന ഒരു ചടങ്ങുകൾ തന്നെയായിരുന്നു ക്ഷേത്രത്തിനകത്ത് നടക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ഭക്തരെ ഇതിനകത്തേക്ക് ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റിവിടുന്നു. ആ ക്യൂവിലേക്ക് കയറ്റിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവരെല്ലാം സംബന്ധിച്ചിടത്തോളം മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ഒരു അവസാനമാകുന്നു. ഐതിഹ്യങ്ങൾ ഏറെയുള്ള ചൊറ്റാനിക്കര ക്ഷേത്രം എന്നും വിശ്വാസികൾ ചൊറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹാശിസുകൾക്കായി നിരന്തരം എത്തുന്ന ചൊറ്റാനിക്കര ക്ഷേത്രം വില്യമംഗലം സ്വാമിയാർക്ക് ചൊറ്റാനിക്കര അമ്മ ദർശനം നൽകിയ ആ ഒരു മഹത്തായ ഓർമ്മയ്ക്ക് വേണ്ടി ആ ഐതിഹ്യത്തിൻ്റെ ഭാഗമായി നടക്കുന്ന മകൻ തൊഴൽ, ആ മകൻ തൊഴൽ ചരിത്രപ്രസിദ്ധമായ മകൻ തൊഴലിന് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഭക്തർ എത്തിച്ചേരുന്നു. സ്ത്രീകളാണ് ഏറ്റവും അധികം ചൊറ്റാനിക്കര മകം തൊഴുത് അമ്മയെ കണ്ട് ചൊറ്റാനിക്കര അമ്മയെ കണ്ട് 5 ഭാവങ്ങളിലുള്ള അമ്മയാണ് ചൊറ്റാനിക്കര അമ്മയാണ്. 5 ഭാവങ്ങളിൽ അനുഗ്രഹം ചൊരിയാൻ നിൽക്കുന്ന ചൊറ്റാനിക്കര അമ്മയാണ്. ആ ചൊറ്റാനിക്കര അമ്മയിൽ നിന്ന് അനുഗ്രഹം തേടി മടങ്ങുന്നതിന് വേണ്ടി എത്തിയ ആളുകളാണ്. അവരെ സംബന്ധിച്ചെല്ലാം തന്നെ ആ കാത്തിരിപ്പിനുള്ള ഒരു വിരാമം. പാലക്കാട് കുറെ പേരെ കണ്ടിരുന്നു ഞങ്ങൾ രാവിലെ. എത്ര മണിക്ക് എത്തി? എപ്പോഴെത്തി? രാവിലെ 6 മണിക്ക് എത്തി. അവസാനമായിരിക്കും. എല്ലാ കൊല്ലം വരാം. പതിവായിട്ട് വരാറുണ്ട്. ഹാപ്പിയാണ് എല്ലാവരും. 25 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. 25 വർഷമായി ചൊറ്റാനിക്കര അമ്മയെ ദർശിച്ചു മടങ്ങുന്ന ഓരോ കുടുംബത്തെ തന്നെയാണ് നമ്മൾ കണ്ടത്. അവരുടെ എല്ലാം ഓരോ വർഷം തോറും ചൊറ്റാനിക്കര അമ്മയെ വീണ്ടും മകന്നാളിൽ കണ്ട് മടങ്ങുക എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഏറ്റവും സായൂജ്യമായ നിമിഷങ്ങൾ എന്ന് പറയുന്നത്. ആ നിമിഷത്തിൻ്റെ ഒരു വലിയ അനുഭവത്തിന് വേണ്ടി തന്നെ കാത്തിരിക്കുന്ന ആളുകളാണ്. രാവിലെ പാലക്കാട് നിന്നും ഒപ്പം തന്നെ കോഴിക്കോട് നിന്നും എന്നു വേണ്ട വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള ഭക്തർ അവരെല്ലാം വലിയ കൂട്ടമായാണ് എത്തിയിരുന്നത്. 15-20 പേരടങ്ങുന്ന സംഘങ്ങൾ തന്നെയായിരുന്നു ഈ ഭക്തരുടെ സംഘങ്ങളിൽ ഉണ്ടായിരുന്നത്. അവരുടെ എല്ലാം കാത്തിരിപ്പിന് അമ്മേ നാരായണ, ദേവീ നാരായണ, ഭദ്രേ നാരായണ മുഖരിതമായ ആ അന്തരീക്ഷത്തിൽ അമ്മേ നാരായണ വിളികളാൽ, ഭദ്രേ നാരായണ വിളികളാൽ മുഖരിതമായ ആ അന്തരീക്ഷത്തിൽ അവർ കാത്തിരുന്നത് ചൊറ്റാനിക്കര അമ്മയെ ഒന്ന് ദർശിച്ച് ആ ചൊറ്റാനിക്കര അമ്മയെ ഒന്ന് നേരിൽ കണ്ട് നട തുറക്കുന്ന സമയത്ത് തന്നെ അമ്മയെ കണ്ട് മടങ്ങണമെന്ന വലിയ ഒരു ആഗ്രഹം തന്നെയായിരുന്നു ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. ആ ആഗ്രഹങ്ങൾക്കാണ് ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ചൊറ്റാനിക്കര അമ്മയുടെ നട തുറക്കാൻ മകം തൊഴുത് പുണ്യം നേടുന്നതിന് വേണ്ടിയുള്ള ആ ശുഭ മുഹൂർത്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഭക്തലക്ഷങ്ങൾ. 1.25 ലക്ഷത്തോളം ഭക്തരാണ് കഴിഞ്ഞ വർഷം ചൊറ്റാനിക്കര അമ്മയെ മകന്നാളിൽ തൊഴുത് ദർശനം നടത്താൻ വേണ്ടി എത്തിയത് എങ്കിൽ ഇത്തവണ അതിലധികം ആളുകൾ ചൊറ്റാനിക്കര അമ്മയെ കണ്ട് മകന്നാളിൽ ദർശനം നടത്തുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. ഒരേ സമയം ഇപ്പോൾ ക്യൂവിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നു. അതേ സമയത്ത് തന്നെ മറ്റ് ഭാഗങ്ങളിലും ആളുകൾ ചൊറ്റാനിക്കര അമ്മയെ ദർശിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ക്യൂവിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, അതായത് ക്ഷേത്രത്തിൻ്റെ 4 വശങ്ങളിലുമായി നിരവധി ആളുകൾ ചൊറ്റാനിക്കര അമ്മയെ ദർശിച്ച് മകം തൊഴുത് മടങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു. ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കീഴ്ക്കാവിന്
കീഴ്ക്കാവിൻ്റെ ഭാഗത്ത്, ചോറ്റാനിക്കര കീഴ്ക്കാവിൻ്റെ ഭാഗത്ത് ചോറ്റാനിക്കര അമ്മയുടെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വലിയ ഒരു ജനക്കൂട്ടത്തെ തന്നെ നമുക്ക് കാണാൻ കഴിയും. പുരുഷന്മാരും സ്ത്രീകളും എല്ലാം അടങ്ങുന്നതാണ് ആ ജനസഞ്ചയം എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നട തുറക്കുന്ന സമയം, നട തുറക്കുന്ന ആ നിമിഷങ്ങളിൽ ചോറ്റാനിക്കര അമ്മയെ ഒന്ന് ദർശിക്കണം. ആ ചോറ്റാനിക്കര അമ്മയെ ആ നിമിഷത്തിൽ തന്നെ ഒന്ന് കാണണം. തങ്ങളുടെ പ്രാർത്ഥനകൾ ചോറ്റാനിക്കര അമ്മയ്ക്ക് മുന്നിൽ ആ നിമിഷത്തിൽ തന്നെ ഒന്ന് അർപ്പിക്കണം. കണ്ണുകൾ നിറഞ്ഞ് കണ്ടങ്ങളിൽ ചോറ്റാനിക്കര അമ്മയെ തൊഴുന്ന എന്ന കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അമ്മേ നാരായണ വിളികളിൽ മുഖരിതമായി നിറഞ്ഞ കണ്ണുകളുമായി കൂടുതൽ വ്യക്തമാണ് നമുക്ക് അവരുടെ എത്രമാത്രം വൈകാരികമായാണ് ചോറ്റാനിക്കര അമ്മയെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എന്ന് തന്നെയാണ് നമുക്കെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരോട് തന്നെ ചോദിക്കാം, അമ്മ എപ്പോഴാണ് വന്നത്? 10 മണിയായപ്പോൾ വന്നതാ. 10 മണിക്ക് വന്നതാണ്. അണ്ണാറശാല ഹരിപ്പാടുന്ന് വരിക. അമ്മ ഒരു നോക്ക് കാണാനായിട്ട് വന്നതാ. നിങ്ങളുടെ മുമ്പിൽ സങ്കടങ്ങളെല്ലാം പറയാൻ അടുത്ത വർഷമാകുമ്പോഴത്തേന് ഞാൻ മനസ്സിൽ കണ്ട കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് വന്നതാ മോനെ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി തൊഴാൻ പറ്റുമോ? ഇവരിവിടത്തില്ല. ഇന്ന് തുറക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കാണും. ക്യൂവിൽ നിന്നാലല്ലേ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. ക്യൂ നിൽക്കാനുള്ള ആരോഗ്യമില്ല, വയ്യാത്തത് കൊണ്ട് ഇവിടെ അങ്ങ് നിന്നതാ. എന്നെ കാണേണ്ട ആഗ്രഹം. നട തുറക്കുമ്പോൾ ഞങ്ങളെ അമ്മ ആദ്യം കാണുന്നത്. അതാണ് നമ്മുടെ ഒരു വിശ്വാസം. എവിടുന്നാ വരുന്നത്? അനുഗ്രഹം ഉണ്ടാവട്ടെ. നമ്മളോട് സംസാരിച്ച അമ്മ പറഞ്ഞത് അവരെ വലിയൊരു വിഭാഗം ഭക്തലക്ഷങ്ങൾ തന്നെ ചോറ്റാനിക്കരയിൽ കാത്തു നിൽക്കുകയാണ്. 2 മണിയോടുകൂടി നട തുറക്കും, ദേവീദർശനം ഉണ്ടാകും. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് മുംബൈയിലെ കല്യാണിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പൊങ്കാല സമർപ്പണം നടക്കും. ജെറി മെറി ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിലാകും സനാതന മൂല്യം വിളിച്ചോതുന്ന ഈ ചടങ്ങ് നടക്കുക. നാളെ രാവിലെ 10:15 പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകരുക. 11:15 പൊങ്കാല സമർപ്പണം നടക്കും. ബ്രഹ്മശ്രീ അഷ്ടമൂർത്തി തിരുമേനിയുടെ കാർമ്മികത്വത്തിലാകും ചടങ്ങുകൾ നടക്കുക. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വെയ്റ്ററസ് റേസ് ശ്രദ്ധേയമായി. ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസും സ്കോൾ ഇന്റർനാഷണലും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം കോവളം വെള്ളാർ ജംഗ്ഷനിൽ നിന്നും സമുദ്ര ബീച്ച് വരെയായിരുന്നു മത്സരം നടന്നത്. തിരുവനന്തപുരം അദാനി ഇന്റർനാഷണൽ എയർപോർട്ട് CAO രാഹുൽ ബട്ട്കോട്ടിയാണ് വെയ്റ്ററസ് റേസിന്റെ 6ാം പതിപ്പ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെയും ആഘോഷങ്ങളുടെയും ഭാഗമായാണ് വെയ്റ്ററസ് റേസ് സംഘടിപ്പിച്ചത്. നാരിശക്തി ലക്ഷ്യം വെച്ച് വിനോദസഞ്ചാര ഹോട്ടലുകളിലെ വനിതാ ജീവനക്കാരെ പങ്കെടുപ്പിച്ചാണ് മത്സരം നടത്തിയത്. ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസും സ്കോൾ ഇന്റർനാഷണലും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിച്ചത്. The kind of poise, the kind of grace the ladies bring into hospitality industry is tremendous. This is our way of celebrating the skill set of the women power, the empowerment what we try to convey to everybody here. And I wish all the very best to all the members here. വേറിട്ട രീതിയിൽ സംഘടിപ്പിച്ച മത്സരം ആശയവൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. കുപ്പികളിൽ വെള്ളം നിറച്ച ട്രേയുമായി വേഗോട്ടമാണ് മത്സരം. The most important for the toughest thing for the woman is to manage the house, manage the children, basically of course the men at home and sometimes the big boss at the hotel or the office. Managing all these people and still being a shining star is very, very difficult. I think all these young women there should stand up and give them a very big standing ovation. പ്രമുഖ ഹോട്ടലുകളിലെ ജീവനക്കാർ, ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥികൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ള 300ഓളം വനിതകളാണ് മത്സരത്തിന്റെ ഭാഗമായത്. ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷമായി മത്സരം നടത്തിവരുന്നുണ്ട്. 6ാം പതിപ്പിനാണ് ഇന്നലെ കോവളം സാക്ഷ്യം വഹിച്ചത്. മത്സരത്തിൽ വിജയികളായവർക്ക് ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ഡയറക്ടറും നടിയുമായ കാർത്തിക നായരും മറ്റ് വിശിഷ്ടാതിഥികളും ഉപഹാരങ്ങൾ സമ്മാനിച്ചു. വെയ്റ്ററസ് റേസിനൊപ്പം സമൂഹത്തിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന വനിതകളെയും ചടങ്ങിൽ ആദരിച്ചു.
ചടങ്ങിന്റെ ഭാഗമായി ഫാഷൻ ഷോയും സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാനത്തെ വിവിധ ഹോട്ടലുകളെയും സ്ഥാപനങ്ങളെയും പ്രതിനിധീകരിച്ച് നിരവധി വ്യക്തിത്വങ്ങൾ ചടങ്ങിന്റെ ഭാഗമായി. ജനം, തിരുവനന്തപുരം. പാകിസ്ഥാനെ വിറപ്പിച്ച് ബലൂചിസ്ഥാൻ വിമോചന സേന. പാക് സൈന്യം ഇനിയും ആക്രമിക്കാൻ ഒരുങ്ങിയാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് മുന്നറിയിപ്പ്. ഇതിനോടകം തന്നെ 30 പാക് സൈനികരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും ബലൂച്ച് ലിബറേഷൻ ആർമി അറിയിച്ചു. പോരാട്ടം ശക്തമായതോടെ അതീവ ജാഗ്രതയിലാണ് പാകിസ്ഥാൻ സൈന്യം. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ 30 ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറെന്ന യുക്രൈൻ സന്നദ്ധത അറിയിച്ചതോടെ തടഞ്ഞുവെച്ച സൈനിക സഹായം പുനഃസ്ഥാപിക്കുമെന്ന് അമേരിക്ക അറിയിച്ചു. റഷ്യയുടെ നിലപാടാണ് ഇനി നിർണായകമെന്ന് സൗദി അറേബ്യയിൽ യുക്രൈനുമായുള്ള ചർച്ച നയിച്ച US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ചർച്ചകൾ തുടരാൻ ഡൊണാൾഡ് ട്രംപ് വൊളോഡിമർ സെലൻസ്കിയെ അമേരിക്കയിലേക്ക് സ്വാഗതം ചെയ്തു. The last visit you saw at the Oval Office, and that's a total ceasefire. Ukraine has agreed to it, and hopefully Russia will agree to it. We're going to meet with them later on today and tomorrow, and hopefully we'll be able to wipe out a deal. But I think the ceasefire is very important. If we can get Russia to do it, that'll be great. If we can't, we just keep going on, and people are going to get killed. Lots of people. മഹാരാഷ്ട്രയിൽ ഔറംഗസീബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കോൺഗ്രസ് സർക്കാർ ശവകുടീരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കൈമാറിയതിനാൽ നിയമപരമായി മാത്രമേ നീക്കം ചെയ്യാനാകൂ എന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി. സത്താറ MP ഉദയൻ രാജെ ഭോസ്ലെയാണ് ഔറംഗസീബിന്റെ ശവകുടീരം പൊളിച്ചു കളയണമെന്ന് ആവശ്യപ്പെട്ടത്. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്ക് ഉയർന്ന നിരക്ക് ഈടാക്കുന്ന സാഹചര്യത്തിൽ 516 തീർത്ഥാടകരുടെ യാത്ര കണ്ണൂർ വഴിയാക്കുമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി. കണ്ണൂരിനെയും കൊച്ചിയെയും അപേക്ഷിച്ച് കോഴിക്കോട്ട് 40,000 രൂപ അധികമാണ്. അതുകൊണ്ട് തന്നെ 3000 പേരാണ് സാമ്പത്തിക പ്രയാസം കാരണം കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് യാത്രക്കാരെ മാറ്റുന്നതെന്ന് AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഈ ആളുകളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കാനാണ് തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 516 തീർത്ഥാടകരെ കണ്ണൂരിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 3000-ഓളം തീർത്ഥാടകർ എയർപോർട്ട് മാറ്റണമെന്നുള്ള അപേക്ഷ തന്നിട്ടുണ്ട്. ഏതായാലും കൂടുതൽ അപേക്ഷ വരികയാണെങ്കിൽ സാധാരണ നമ്മൾ തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നത് പോലെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് അറിയിക്കാനുള്ളത്. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ട്രാക്ക് ചെയ്യാൻ വനംവകുപ്പ് ശ്രമം തുടരുന്നു. കടുവയുടെ കാലിന് പരിക്കുണ്ടെന്നും ഇന്നലെ കണ്ട സ്ഥലത്ത് നിന്ന് മാറിയെന്നും റേഞ്ച് ഓഫീസർ പ്രദേശത്ത് നിയന്ത്രണം തുടരുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി കടുവയുടെ സാന്നിധ്യമുള്ള ഗ്രാമ്പി വെടിക്കുഴിയിലാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. ഇന്നലെ രാത്രി തന്നെ കടുവ കൂട്ടിൽ അകപ്പെടുമെന്നായിരുന്നു വനംവകുപ്പിന്റെ പ്രതീക്ഷ. ഇതുണ്ടാകാതെ വന്നതോടെയാണ് ഡ്രോൺ ഉപയോഗിച്ച് വീണ്ടും നിരീക്ഷണം നടത്തിയത്. എന്നാൽ കടുവയെ കണ്ടെത്താൻ വനംവകുപ്പിന് ഇനിയുമായിട്ടില്ല. സ്കൂളും വീടുകളും ഉള്ളതിനാൽ പ്രദേശത്ത് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേഖലയിൽ നിരീക്ഷണത്തിന് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു. കാലിന് പരിക്കുള്ളതിനാൽ കടുവ അധിക ദൂരം സഞ്ചരിക്കാൻ സാധ്യതയില്ലെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്നലെ രാത്രി വരെ കടുവ ഇവിടെ ഉണ്ട്. നമ്മൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ പക്ഷേ കൂട്ടിൽ കയറിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോൺ വെച്ച് സർവൈലൻസ് ചെയ്യാണ്. നമ്മൾ തെർമൽ വെച്ച് നോക്കും. അപ്പോൾ കറന്റ് ഇന്നലെ കണ്ട പൊസിഷനിൽ ഇപ്പൊ അത് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ എൻ്റെ ഏരിയ ഒന്ന് കോംബ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇവിടെ കംപ്ലീറ്റ് ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു റോഡും ആ സ്കൂളിലേക്കുള്ള വഴികളും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് വേറെ റൂട്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ മാക്സിമം ഈ കടുവ കൊടുക്കുന്നവരെ ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ഇന്നലെ ഒരു സെല്ല് ഫോം ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് നിർദ്ദേശം നാട്ടുകാർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ വഴി അവരെല്ലാം സഹകരിക്കുന്നു. കടുവ കയറിപ്പോയ കാടിനുള്ളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഇവിടെ നിന്നും കടുവയുടെ കാൽപ്പാടുകളും മറ്റും ലഭിച്ചിട്ടുണ്ട്. കടുവ കയറിപ്പോകാൻ സാധ്യതയുള്ള പ്രദേശത്തെ മറ്റിടങ്ങളിലും പരിശോധന നടത്താനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ജനം, ഇടുക്കി.
മനുഷ്യജീവന് വെല്ലുവിളി ഉയർത്തുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലാനുള്ള ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ തീരുമാനത്തിനെതിരെ വനംവകുപ്പ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടിയാണെന്ന വിചിത്രവാദമാണ് വനംവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ അധികാരം റദ്ദാക്കാൻ വനംവകുപ്പ് ശുപാർശ ചെയ്തു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ സർക്കാരിന് റിപ്പോർട്ട് നൽകി. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പനയമ്പാടത്ത് വാഹനാപകടത്തിൽ വീണ്ടും മരണം. ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി സുബീഷാണ് മരിച്ചത്. കോഴിക്കോട് നിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന സുബീഷ് ഓടിച്ച ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 1:30 പനയമ്പാടം ദുബായ് കുന്നിലാണ് അപകടം നടന്നത്. കോഴിക്കോട് നിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. ലോറി ഡ്രൈവറായ ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി സുബീഷ് കെ ആണ് മരിച്ചത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകട കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതേസമയം അപകട സമയത്ത് റോഡിൽ ധാരാളം വാഹനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് CCTV ദൃശ്യങ്ങളിൽ കാണാം. മാസങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ ലോറി മറിഞ്ഞ് 4 വിദ്യാർത്ഥിനികൾ മരിച്ചിരുന്നു. അതിനുശേഷം റോഡ് പരിക്കനാക്കൽ ഉൾപ്പെടെ വിവിധ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിലും വീണ്ടും അപകടമുണ്ടായതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. ജനം, പാലക്കാട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചതായി പരാതി. പേരാമ്പ്ര സ്വദേശി വിലാസിനിയാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ നടന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്കായി 57-കാരിയായ വിലാസിനിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെള്ളിയാഴ്ച നടന്ന ശസ്ത്രക്രിയയ്ക്കിടെ കുടലിന് ചെറിയ മുറിവേറ്റതായും തുന്നിട്ടതായും ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചിരുന്നു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം രോഗിക്ക് സാധാരണ ഭക്ഷണം നൽകി. തുടർന്ന് വയറുവേദനയെ തുടർന്ന് ICUവിലേക്ക് മാറ്റി. അണുബാധ ഉണ്ടായതായും വീണ്ടും ശസ്ത്രക്രിയ വേണമെന്നും ബന്ധുക്കളെ അറിയിച്ചു. തുടർന്ന് 10-ാം തീയതി വീണ്ടും ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. ഡോക്ടർമാരുടെ അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. സർജറിക്ക് ശേഷം അമ്മ ബോധം വന്നിട്ടില്ല, ഒന്നുമില്ല. പിന്നെ ഇന്ന് രാവിലെ 5:15 BP ഡൗൺ ആയി കാർഡിയാക് അറസ്റ്റ് ഉണ്ടായെന്നാണ് പറയുന്നത്. കാരണം യൂട്രസിൻ്റെ സർജറി എന്ന് പറയുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ ചെയ്യേണ്ടതല്ലേ. ഇപ്പോൾ കീ ഹോൾ ചെയ്ത് ഒന്നുകിൽ പഠിക്കുന്ന പിള്ളേർ ചെയ്തുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇത്രയും വലിയൊരു ഇത് പറ്റിയത്. യൂട്രസിൻ്റെ സർജറിക്ക് ഇത്രയും വലിയൊരു പിഴ പറ്റേണ്ട ഒരു കാര്യമില്ല. അതേസമയം ശസ്ത്രക്രിയയ്ക്ക് ശേഷം സ്ഥിതി ഗുരുതരമാവുകയും ഇന്ന് പുലർച്ചെ മരണം സംഭവിച്ചുവെന്നുമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഗൈനക്കോളജി വിഭാഗം സൂപ്രണ്ട് അരുൺപ്രീത് വകുപ്പ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതിനുശേഷം പ്രതികരിക്കാമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. സംഭവത്തിൽ ബന്ധുക്കൾ ആശുപത്രി സൂപ്രണ്ടിനും പോലീസിനും പരാതി നൽകി. ജനം, കോഴിക്കോട്. മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചതായി പരാതി. വാഹനാപകടത്തിൽ പരിക്കേറ്റെത്തിയ AR നഗർ സ്വദേശിനി ഉഷയ്ക്കാണ് ചികിത്സ ലഭിക്കാതെ മടങ്ങേണ്ടി വന്നത്. ഫെബ്രുവരി 28-നായിരുന്നു സംഭവം. പരിക്കേറ്റ കാലിന് കടുത്ത വേദനയുണ്ടെന്ന് പറഞ്ഞിട്ടും ഡോക്ടർ ചികിത്സിക്കാൻ തയ്യാറായില്ല എന്നാണ് പരാതി. അരമണിക്കൂർ ആശുപത്രിയിൽ നിന്നിട്ടും ചികിത്സ ലഭിക്കാതെ വന്നതോടെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. വിഷയം പരിശോധിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. തിരുവനന്തപുരം വർക്കല ആലിയിറക്കം ബീച്ചിൽ പുറമ്പോക്ക് ഭൂമി കയ്യേറാൻ ശ്രമം. കടലിലേക്ക് ഒഴുകുന്ന നീർച്ചാലുകൾ നികത്താൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. കയ്യേറ്റം കണ്ടെത്തിയതോടെ റവന്യൂ വകുപ്പ് നടപടി തുടങ്ങി. സഞ്ചാര മേഖലയായ വർക്കല, ചിലക്കൂർ, ആലിയിറക്കം ബീച്ചിനോട് ചേർന്നുള്ള പുറമ്പോക്ക് ഭൂമിയാണ് സ്വകാര്യ വ്യക്തികൾ അനധികൃതമായി കയ്യേറി മണ്ണിട്ട് നികത്തിയത്. കയ്യേറ്റം ശ്രദ്ധയിൽപ്പെട്ട നഗരസഭാ BJP കൗൺസിലർ അഡ്വക്കേറ്റ് R. അനിൽകുമാറാണ് തഹസിൽദാർക്ക് പരാതി നൽകിയത്. വർക്കല ചിലക്കൂർ ഏണിക്കൽ ബീച്ചിന് സമീപം നമ്മുടെ പുറമ്പോക്ക് കയ്യേറി മണ്ണിട്ട് നികത്തിയ ഒരു സ്വകാര്യ വ്യക്തി കയ്യേറാൻ ശ്രമിക്കുന്നതായിട്ട് അറിഞ്ഞു. ഇങ്ങനെ കയ്യേറ്റത്തിനുള്ള ശ്രമം പാടെ തടയണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്
ഇവിടെ ബഹുമാനപ്പെട്ട തഹസീൽദാർക്ക് കത്ത് കൊടുക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വില്ലേജ് ഓഫീസർ സ്ഥലം പരിശോധിച്ചു. വള്ളക്കടവ് തീരദേശ മേഖലയിൽ നേരത്തെയും കയ്യേറ്റം നടത്തിയത് കണ്ടെത്തിയിരുന്നു. ഇവിടെ അനധികൃതമായി നിർമ്മിച്ച സ്വകാര്യ റിസോർട്ടുകൾ പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ നഗരസഭ തുടങ്ങിയതാണ്. നടപടികൾ തുടരുന്നതിനിടെയാണ് വീണ്ടും കയ്യേറാനുള്ള ശ്രമം. അതിന്റെ തൊട്ടു പുറകിലുള്ള ഒരു റിസോർട്ട് ഏതാണ്ട് 2019 ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് പൊളിച്ചു മാറ്റാനായിട്ട് നഗരസഭയ്ക്ക് അനുമതി കൊടുത്താണ്. ചില സാങ്കേതിക കാരണം പറഞ്ഞ് അന്ന് ഈ കൗൺസിലിൽ നിന്ന് ഈ അജണ്ട മാറ്റി. ഇതിനു ശേഷവും ഈ വ്യക്തി ആ റിസോർട്ടിന്റെ ഫ്രണ്ടിൽ വീണ്ടും മീറ്ററുകളോളം കയ്യേറി അതിന് തൊട്ടിപ്പുറത്തായിട്ടാണ് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ മണ്ണിട്ട് നികത്തലിന്റെ ഒരു ഭാഗം വരുന്നത്. കടലിലേക്ക് ഒഴുകുന്ന നീർച്ചാലുകൾ നികത്താനുള്ള ശ്രമവും വർക്കലയിൽ നടക്കുന്നുണ്ട്. വില്ലേജ് ഓഫീസർമാർ സ്ഥലത്തെത്തി കയ്യേറ്റം കണ്ടെത്തി നടപടി സ്വീകരിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ ഉറപ്പ്. ജനം, തിരുവനന്തപുരം. വ്യാജ ആധാർ കാർഡ് നിർമ്മാണ കേന്ദ്രങ്ങൾ കണ്ടെത്താനുള്ള പരിശോധനകൾ ഊർജിതമാക്കി പോലീസ്. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കായി വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്ന നിരവധി കേന്ദ്രങ്ങൾ പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്നതായാണ് വിവരം. വ്യാജ ആധാർ കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അസം നവഗോൺ സ്വദേശി ഹരിജുൽ ഇസ്ലാം പിടിയിലായിരുന്നു. നുഴഞ്ഞുകയറ്റക്കാർ വ്യാജ ആധാർ കാർഡുകളിൽ കേരളത്തിൽ തങ്ങുന്നതായുള്ള വിവരത്തിൽ എറണാകുളം റൂറൽ മേഖലയിൽ നടത്തിയ പരിശോധനകളിൽ 40ഓളം ബംഗ്ലാദേശികൾ പിടിയിലായിരുന്നു. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളിലാണ് വ്യാജ ആധാർ കാർഡ് നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം നീങ്ങിയത്. പെരുമ്പാവൂരിൽ ഇത്തരത്തിൽ വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്നവരുണ്ടെന്ന വിവരത്തിൽ ക്ലീൻ പെരുമ്പാവൂർ പദ്ധതി പ്രകാരമായിരുന്നു വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചു നൽകുന്നവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നത്. പെരുമ്പാവൂരിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടത്തി വന്നിരുന്ന അസ്ലാം മൊബൈൽസ് എന്ന സ്ഥാപനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വ്യാജ ആധാർ കാർഡ് നിർമ്മാണം കണ്ടെത്തിയിരുന്നത്. വ്യാജമായി നിർമ്മിച്ച ആധാർ കാർഡുകളും കണ്ടെത്തിയിരുന്നു. മൊബൈൽ ഷോപ്പിൽ സിം കാർഡ് എടുക്കുന്നതിനായി എത്തുന്നവരുടെ കാർഡ് സ്കാൻ ചെയ്ത് ഫോട്ടോ മാറ്റിയാണ് വ്യാജ കാർഡുകൾ നൽകിയിരുന്നത്. പെരുമ്പാവൂരിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മാണ കേന്ദ്രങ്ങൾ ഉണ്ടെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചു നൽകിയിരുന്നതായി സംശയിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ വിവിധ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. ആലുവ, അങ്കമാലി ഭാഗങ്ങളിലും തൃപ്പൂണിത്തുറയിലും നുഴഞ്ഞുകയറ്റക്കാർ പിടിക്കപ്പെട്ടിരുന്നു. രാജ്യത്ത് തങ്ങുന്നതിനുള്ള എല്ലാ വ്യാജരേഖകളും നിർമ്മിച്ചു നൽകാൻ കേരളത്തിൽ പ്രത്യേക ഏജന്റുമാരുണ്ട്. ജനം, കൊച്ചി. മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം നടത്തിയ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ടിന്മേൽ ചീഫ് സെക്രട്ടറിക്ക് അപ്പീൽ. നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ PP ദിവ്യയ്ക്ക് പ്രസംഗിക്കാൻ അവസരം നൽകിയ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K. വിജയനെതിരെ റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശയില്ലാത്തത് ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ നൽകിയത്. ഹൈക്കോടതി അഭിഭാഷകനും വിവരാവകാശ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കൊളത്തൂർ ജയ്സിംഗാണ് അപ്പീൽ സമർപ്പിച്ചത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ CPM നേതാവ് PP ദിവ്യയ്ക്ക് തിരിച്ചടിയാകുന്ന ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കളക്ടറേറ്റിൽ നടന്ന യാത്രയയപ്പ് യോഗത്തിലേക്ക് PP ദിവ്യ എത്തിയത് ആസൂത്രിതമായിട്ടാണെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ PP ദിവ്യയ്ക്ക് യോഗത്തിൽ പ്രസംഗിക്കാൻ അവസരമൊരുക്കി കൊടുത്ത കളക്ടർ അരുൺ K. വിജയനെതിരെ റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശയില്ലെന്ന് പറഞ്ഞാണ് അഡ്വക്കേറ്റ് കൊളത്തൂർ ജയസിംഗ് ചീഫ് സെക്രട്ടറിക്ക് അപ്പീൽ നൽകിയത്. റവന്യൂ വകുപ്പ് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലോ നിയന്ത്രണത്തിലോ പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല. അതിനാൽ കളക്ടറേറ്റ് ജീവനക്കാരുടെ യാത്രയയപ്പ് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ പങ്കെടുപ്പിക്കേണ്ടതില്ല. നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങ് അദ്ദേഹത്തെ അപമാനിക്കുന്ന ചടങ്ങായി മാറിയത് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിലാണ്. ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും അരുൺ K. വിജയനെ ഒഴിവാക്കാനാവില്ലെന്നും അപ്പീലിൽ പറയുന്നു. അതിനാൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട് റവന്യൂ സെക്രട്ടറിയെ കൊണ്ട് പരിശോധിപ്പിച്ച് കളക്ടർക്കെതിരെ അച്ചടക്ക നടപടിയെടുപ്പിക്കാനുള്ള ശുപാർശ വേണമെന്നാണ് അപ്പീലിൽ പറയുന്നത്. ജനം, കോഴിക്കോട്. LDF ഭരിക്കുന്ന കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിന്ന് പണം തിരികെ ലഭിക്കുന്നില്ലെന്ന് നിക്ഷേപകരുടെ വ്യാപക പരാതി. ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കുന്നതിനായി നിരവധി പേരാണ് ദിവസവും ബാങ്ക് കയറിയിറങ്ങുന്നത്. പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് നിക്ഷേപകൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യാശ്രമം നടത്തിയിരുന്നു. ബാങ്കിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ച് വർഷങ്ങളായി പണം തിരികെ ലഭിക്കാതെ വലയുകയാണെന്ന് നിക്ഷേപകർ പറയുന്നു. ചികിത്സാ ആവശ്യങ്ങൾക്ക് പോലും അധ്വാനിച്ച് സമ്പാദിച്ച പണം ബാങ്കിൽ നിന്നും തിരികെ ലഭിക്കാത്ത അവസ്ഥയാണ് നിക്ഷേപകർക്ക്. ചികിത്സ ആവശ്യമൊന്നല്ല, വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ട്. പ്രായം ചെന്ന് കഴിഞ്ഞാൽ പൈസയ്ക്ക് ചിലവുകൾ കൂടുതലുണ്ട്. അതിന് നിക്ഷേപിച്ചിട്ടിരുന്ന പൈസയാണ് 15 ലക്ഷം ചില്ലുവാനും. കയറി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ആഴ്ച 2-3 പ്രാവശ്യം വരും. വന്നു കഴിഞ്ഞാൽ ഒരു തവണ പറഞ്ഞാൽ 100 രൂപ ചിലവുണ്ട്. വന്നിട്ട് തിരിച്ചു പോകും. പണം തിരികെ ആവശ്യപ്പെട്ട് നിക്ഷേപകർ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മുൻഗണനാക്രമത്തിൽ പണം തിരികെ നൽകാനാണ് കോടതി നിർദ്ദേശിച്ചത്. മുഴുവൻ പണവും തിരികെ നൽകാൻ ബാങ്കിന് സാമ്പത്തിക ശേഷിയാകും വരെ പലിശ ഇനത്തിലുള്ള പണം നൽകാമെന്നാണ് ബാങ്ക് അധികൃതർ നിക്ഷേപകരെ അറിയിച്ചത്. എന്നാൽ ഇതും ലഭിക്കാതായതോടെ നിക്ഷേപകർ പ്രതിഷേധം ശക്തമാക്കി. തരാനുള്ള സാധ്യത ഒരുപാട് മങ്ങിയിരിക്കുക.
കാരണം ഇവിടെ പൈസ അടയ്ക്കാനുള്ളത് കൂടുതലും പാർട്ടിക്കാർ തന്നെയാണ്, ഇവിടുത്തെ സ്റ്റാഫുകളാണ്. ലക്ഷങ്ങൾ ഇവിടുത്തെ സ്റ്റാഫുകൾ അടയ്ക്കാനുണ്ട്. ഇവിടുത്തെ പാർട്ടിയുടെ ഓരോ ചുമതല ഇരിക്കുന്നവർ ലക്ഷങ്ങൾ എടുത്തിട്ടുണ്ട്. അവരൊന്നും തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞ് പുതിയൊരു പ്രസിഡന്റ് വന്നപ്പം അദ്ദേഹം കുറച്ച് ഇതിന് വേണ്ടിയിട്ട് കാര്യം ചെയ്തപ്പം പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ശക്തമായ നിലപാട് വന്നപ്പോൾ പുള്ളി ആ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു പോയി. നിക്ഷേപത്തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഗുളിക ധാരാളമായി കഴിച്ച് ആത്മഹത്യാശ്രമം നടത്തിയ പയ്യനാമൺ സ്വദേശി ആനന്ദൻ ചികിത്സയിലാണ്. ജനം, പത്തനംതിട്ട. ഇപ്പോൾ പത്തനംതിട്ടയിൽ രാജു അബ്രഹാം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയം ആ മാർച്ചിൽ 5000 പേരെ പങ്കെടുപ്പിക്കാനുള്ള കർമ്മ പരിപാടികൾ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലാണ്. അതാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. ആ ചർച്ചയിൽ സഖാവ് എ പത്മകുമാറും പങ്കുചേർന്നിട്ടുണ്ട്. സഖാവ് ഇന്ന് പൂർണ്ണമായിട്ടും കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും പ്രത്യേകിച്ചില്ല. പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം രാജു അബ്രഹാം വ്യക്തമാക്കിയത്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം.